ഭക്തി രണ്ട് പ്രകാരമുണ്ട്, ഗൗണീഭക്തിയും പരാഭക്തിയും. ഗൗണീഭക്തി എന്ന് പറഞ്ഞാൽ ഗൗണമായ ഭക്തി. ഗൗണം എന്ന് പറഞ്ഞാൽ മുഖ്യമല്ലാത്തത് എന്നൊരർത്ഥം, ഗുണസംബന്ധിയായതെന്ന് വേറെ അർത്ഥം. രണ്ടർത്ഥമുണ്ട്. മുഖ്യമല്ലാത്തത് ഗൗണം ഒന്നൊരർത്ഥം, മറ്റൊരർത്ഥം ഗുണസംബന്ധിയായത്. എന്താ മുഖ്യമല്ലാത്തത് എന്ന് പറഞ്ഞാൽ? ദേശകാല വസ്തു പരിമിതികളില്ലാത്ത ഭക്തിയാണ് പരാഭക്തി, മുഖ്യഭക്തി. ആ മുഖ്യഭക്തി അല്ലാത്തത്, പരാഭക്തി അല്ലാത്തത്, അതാണ് ഗൗണഭക്തി, ഗൗണീഭക്തി. ഇനി ഗുണസംബന്ധിയായത് പറഞ്ഞാൽ സത്വ രജ സ്തമോ ഗുണഭേദങ്ങളോട് കൂടിയത്. നമ്മുടെ ഗുണഘടന ഏതാണോ, നമ്മളൊക്കെ ഒന്നാണ്, ഒരു വ്യത്യാസവും നമുക്കിടയ്ക്കില്ല, നമ്മളെല്ലാം ഒന്ന്. നമ്മളെല്ലാം ഒന്നെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ, അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചോദിക്കട്ടെ, നമ്മളെല്ലാം വിഭിന്നരും അല്ലേ? ഓരോരുത്തരുടെയും സ്വഭാവവിശേഷം വ്യത്യസ്തമാണ്, ചിന്താരീതികൾ വ്യത്യസ്തങ്ങളാണ്, പ്രതികരണങ്ങൾ വ്യത്യസ്തങ്ങളാണ്, എല്ലാം വിഭിന്നമാണ്. ഈ വിഭിന്നത വരുന്നത് അവനവനിൽ അന്തർലീനമായിരിക്കുന്ന ഗുണഘടനയുടെ വ്യത്യാസമനുസരിച്ചാണ്. ഗുണഘടന സത്വ രജ സ്തമോ ഗുണങ്ങളുടെ വ്യത്യസ്ത അനുപാതങ്ങളിലുള്ള ചർച്ചകൾ. ഈ നമ്മളിൽ ഓരോരുത്തരിലുമുള്ള വ്യത്യസ്ത അനുപാതങ്ങളിലുള്ള ഗുണഭേദങ്ങളാണ് വ്യത്യാസങ്ങൾക്ക് കാരണം. അപ്പോൾ ഓരോരുത്തരും അവനവൻ്റെ ഗുണഘടനയ്ക്കനുസരിച്ചാണ് ചിന്തിക്കുന്നത്, അവനവൻ്റെ ഗുണഘടനയ്ക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഉപാസനയും എല്ലാം ഗുണഭേദമനുസരിച്ചായിരിക്കും. അങ്ങനെയാണ് ഇഷ്ടദേവതാ സങ്കല്പഭേദങ്ങളൊക്കെ വരുന്നത്. ആത്യന്തികമായ ഈശ്വരത്വം ഏകമാണ്, അദ്വിതീയമാണെങ്കിലും ദേവതകൾ പലതുണ്ട്. ദേവത ഒന്നേ ഉള്ളൂ എന്ന് ആരും പറയാൻ പാടില്ല. ദൈവം ഒന്നേ ഉള്ളൂ, തെറ്റ്. ദൈവം ഒന്നല്ല, അനേകം ദൈവങ്ങളുണ്ട്. എത്ര കോടി ദൈവങ്ങളാണെന്ന് അറിയില്ല. 30 മുക്കോടി എന്നൊന്നും ആരും പറഞ്ഞേക്കരുത്. 30 മുക്കോടിയൊന്നും പോരാ, 30 മുക്കോടി പോരാ നമുക്ക്. ആരേ പറഞ്ഞു 30 മുക്കോടി മതിയെന്ന്? 30 മുക്കോടി എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചായിട്ടേ ഉള്ളൂ. ഏതാ 30 മുക്കോടി ദേവതകൾ? 30 മുക്കോടി ദേവതകൾ ഏതാ? 12 ആദിത്യന്മാർ, 12 ആദിത്യന്മാർ, ഏകാദശ രുദ്രന്മാർ, 12ഉം 11ഉം 23, അഷ്ടവസുക്കൾ 23 8ഉം 31, അശ്വിനി കുമാരന്മാർ 31 2ഉം 33. ഇതാണ് 33 കോടി ദേവതകൾ. കോടി എന്ന് പറഞ്ഞാൽ പ്രകാരം എന്നർത്ഥം. ഒന്നും പോരാ നമുക്ക്, കോടാനുകോടി ദേവതകൾ വേണം. എത്ര ദേവതയെ വേണമെങ്കിൽ നമുക്ക് കൂട്ടാം, ഒരു കുഴപ്പമില്ല. 1000 10,000 ലക്ഷം ദേവത പോരാ, കോടിക്കണക്കിന് ദേവതകൾ വേണം. ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോളണേ. ഇത് പറയാൻ കാരണം സനാതന ധർമ്മശാസ്ത്രങ്ങൾ വേണ്ടും വിധം പഠിക്കില്ല, വേറെ പല മതഗ്രന്ഥങ്ങളും തലയിൽ കയറ്റി വയ്ക്കുകയും ചെയ്യും. എന്നിട്ടൊരു അപകർഷതയാ, അയ്യോ നമുക്ക് ഒരുപാട് ദൈവങ്ങളുണ്ടല്ലോ, ഒന്നിനെ ചൂണ്ടിക്കാണിക്കാനില്ലല്ലോ. നമുക്കൊരുപാട് ആചാര്യന്മാരുണ്ടല്ലോ, ഒരാളെ ചൂണ്ടിക്കാണിക്കാനില്ലല്ലോ. നമുക്കൊരുപാട് പുസ്തകങ്ങളുണ്ടല്ലോ, ഒന്നിനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ലല്ലോ. ഒന്നല്ല കേമം, അനേകമാണ്. സമ്പന്നതയിൽ അഭിമാനിക്കുക, സമ്പന്നതയിൽ അഭിമാനിക്കാൻ പഠിക്കണം, ദാരിദ്ര്യത്തിലല്ല അഭിമാനിക്കേണ്ടത്. നമ്മൾ സമ്പന്നരാണ്. ആയിരക്കണക്കിന് ഋഷീശ്വരന്മാർ, ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങൾ, കോടിക്കണക്കിന് ദൈവങ്ങൾ, എത്ര മുതലാളിമാരാണ് നമ്മൾ. അഭിമാനിക്കണ്ടേ? നോക്കൂ, ഒന്നേ ഉള്ളൂ എന്ന് വിചാരിച്ചോളൂ, ഒരു ആചാര്യനേ ഉള്ളൂ എന്ന് വിചാരിച്ചോളൂ. കാലം ഇന്ന് ഈ ഗവേഷണങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതൊക്കെ ദിശയിലാണെന്ന് പറയാൻ പറ്റണില്ല. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരാളുടെ അസ്ഥിപഞ്ജരം കണ്ടെടുത്ത് അതിനെ ആധുനികങ്ങളായ പല പഠന ഗവേഷണങ്ങളിലൂടെ അതിനെപ്പറ്റി പഠനം നടത്തി ഏകദേശം
ഇന്നത്തെ ആധുനിക രീതികൾ ഉപയോഗിച്ച് അയാളുടെ രൂപം ഇന്നതായിരിക്കുമെന്നൊരു ചിത്രമൊക്കെ ഉണ്ടാക്കി അയാൾ ഇന്ന മാതിരിയാണ് അപകടത്തിൽ കൊല്ലപ്പെട്ടത്, ഇന്ന മാതിരി ഇത്ര വാളുകൾ കിട്ടിയിട്ടുണ്ട്, ഇത്ര കുത്ത് ഏറ്റിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ പഠന റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. മാത്രവുമല്ല, അതിൻ്റെ സൂക്ഷ്മങ്ങളായ അപഗ്രഥനങ്ങളിലൂടെ അയാളുടെ സ്വഭാവത്തെക്കുറിച്ചടക്കം ശാസ്ത്രജ്ഞന്മാർ ആശയങ്ങളെ മുന്നോട്ട് വെച്ച് കഴിഞ്ഞു. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ഈ പൂജിക്കുന്ന ആചാര്യനുണ്ടല്ലോ, അവൻ വട്ടനായിരുന്നു കേട്ടോ, ഭ്രാന്തായിരുന്നു അയാൾക്ക്, നാളെ ഒരാൾ തെളിയിക്കാൻ കഴിഞ്ഞാൽ ഒരാചാര്യൻ മാത്രമുള്ളവൻ്റെ സ്ഥിതി എന്താ? എനിക്ക് ഒറ്റ ആചാര്യനേ ഉള്ളൂ, അവൻ്റെ കാര്യം പോക്കാ, അവൻ വട്ടായിരുന്നു, അല്ലെങ്കിൽ അവൻ കള്ളനായിരുന്നു, തെളിയിക്കപ്പെട്ടു, പിടുത്തം വിട്ടു, ആശ്രയം വിട്ടു. അതെ, നിനക്കൊരു പുസ്തകമേ ഉള്ളൂ, ഇതെന്ന മാതിരി ഇത്ര യുക്തിരാഹിത്യം ഇവിടെ ഉണ്ട്. യുക്തിപൂർവ്വം ചിന്തിക്കുമ്പോൾ ഇന്നിന്ന പോയിന്റുകൾ തെറ്റാണെന്ന് ഒരാൾ തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആശ്രയമില്ല. ഒറ്റ ദൈവമേ ഉള്ളൂ, നീ വിളിച്ചപ്പോൾ അവൻ വന്നില്ല, പോയില്ലേ, എന്ത് ചെയ്യും? നമുക്ക് പ്രശ്നമില്ല. ഒരാൾ പറഞ്ഞു, സ്വാമി നിങ്ങൾ ഇന്ന് ആചാര്യം മോശാട്ടോ, ആയിക്കോട്ടെ, സന്തോഷം, ഒരു വിരോധമില്ല, വേറെ ആചാര്യനുണ്ടല്ലോ. സ്വാമി നിങ്ങൾ ഇന്ന പുസ്തകം ശരിയല്ല, വേണ്ട, ഒരു പ്രശ്നം എനിക്കില്ല, വേറെ ഉണ്ട്. സ്വാമി നിങ്ങൾ ഈ ദൈവം ഉണ്ടല്ലോ, ഇയാൾ വളരെ മോശക്കാരനാണ്, സന്തോഷം, ഒരു വിരോധമില്ല. നേരെ മറിച്ച് ഒന്നേ ഉള്ളൂ വെച്ചാൽ പ്രശ്നമായി. സമ്പന്നതയിൽ അഭിമാനിക്കാൻ പഠിക്കുക. അതേ സമയത്ത് അനേക കോടി ദേവതകളുണ്ടെങ്കിലും എല്ലാ ദേവതാഭേദങ്ങളാലും ലക്ഷീകരിക്കപ്പെടുന്നത് ഏകവും അദ്വിതീയവുമായ ഈശ്വരത്വമാണെന്ന് ഓർമ്മിച്ചോളണം. വൈദിക സംജ്ഞകളുടെ അർത്ഥനിർദ്ദേശം ചെയ്യുന്ന യാസ്ക മഹർഷി തൻ്റെ നിരുക്തത്തിൽ വ്യക്തമായി നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്, ഏകസ്യാത്മനോ അന്യേ ദേവാഹ പ്രത്യംഗാനി ഭവന്തി എന്ന്. ഒരിക്കലും മറക്കരുത് ഈ വാക്യം. യാസ്കൻ്റെ നിരുക്തത്തിൽ ദൈവതകാണ്ഡത്തിൽ പറയുന്ന വാക്യമാണ്. ഏകസ്യാത്മനോ അന്യേ ദേവാഹ പ്രത്യംഗാനി ഭവന്തി. ഒരു പരമാത്മാവിൻ്റെ, ഒരു പരമേശ്വരൻ്റെ പ്രത്യംഗങ്ങൾ എന്നോണമാണ് സകല ദേവതകളും നിലകൊള്ളുന്നത്. ഇപ്പം ദേവതകൾ അനവധി, പരമേശ്വരൻ ഏകൻ. ദോ ഈശ്വരൗ ന സംഭവതഃ, ഭഗവാൻ ഭാഷ്യകാരൻ പറഞ്ഞു തരും, രണ്ട് ഈശ്വരന്മാർ സംഭവിക്കില്ല. ഏകസ്യ അനീശ്വരത്വ പ്രസംഗാത്, ഒരാൾ അനീശ്വരനായി പോകുമെന്നതുകൊണ്ട്. അപ്പോൾ വിഷ്ണു ഈശ്വരൻ, ശിവനും ഈശ്വരൻ എന്ന് പറഞ്ഞു നിൽക്കുക. അപ്പോൾ വിഷ്ണു ശിവനെ നിയന്ത്രിക്കുന്നു എന്ന് പറയേണ്ടി വരും, വിഷ്ണുവിൻ്റെ ഈശ്വരത്വം പൂർണ്ണമാകണമെങ്കിൽ. അങ്ങനെ ശിവൻ നിയന്ത്രിക്കപ്പെടുന്നുവെങ്കിൽ ശിവൻ ഈശ്വരനല്ലാണ്ടാവും. അങ്ങനെയല്ല, ശിവനാണ് സ്വാമി ഈശ്വരൻ എന്ന് പറഞ്ഞാൽ വിഷ്ണു നിയന്ത്രിക്കപ്പെടുന്നു എന്ന് പറയേണ്ടി വരും. നിയന്ത്രിക്കപ്പെടുന്നില്ലെങ്കിൽ ശിവൻ്റെ ഈശ്വരത്വം പൂർണ്ണമാവില്ല, നിയന്ത്രിക്കപ്പെടുന്നുവെങ്കിൽ വിഷ്ണുവിൻ്റെ ഈശ്വരത്വവും പൂർണ്ണമാവില്ല. അതുകൊണ്ട് ദ്വൗ ഈശ്വരൗ ന സംഭവതഃ ഏകസ്യ അനീശ്വരത്വ പ്രസംഗാത്. അപ്പോൾ എന്ത് മനസ്സിലാക്കും? വൈഷ്ണവൻ വിഷ്ണു എന്ന് പറയുന്നതും, ശൈവൻ ശിവൻ എന്ന് പറയുന്നതും, ശാക്തേയൻ ശക്തി എന്ന് പറയുന്നതും ഒന്നിനെ തന്നെയാണെന്ന് മനസ്സിലാക്കും. അതെ, അല്ലാതെ രണ്ട് ഈശ്വരൻ ഒരിക്കലും തരയില്ല. അപ്പോൾ ഏത് ദേവതാഭേദമായാലും ശരി, അവയിലൂടെയൊക്കെ ലക്ഷീകരിക്കപ്പെടുന്ന ഈശ്വരത്വം ഏകമാണ്, അദ്വിതീയമാണ്. അതുകൊണ്ട് യോ യോ യാം യാം തനും ഭക്ത ശ്രദ്ധയാർച്ചിതുമിച്ഛതി തസ്യ തസ്യാചലാം ശ്രദ്ധാം താം ഏവ വിദധാമ്യഹം എന്ന് ഭഗവാന് പറയേണ്ടി വന്നു. യോ യോ ഭക്തഃ സാധകഃ യാം യാം തനും ഭഗവത്തനും ശ്രദ്ധയാ അർച്ചിതും ഇച്ഛതി തസ്യ തസ്യ സാധകസ്യ ഭക്തസ്യ ശ്രദ്ധാം അചലാം വിദധാമി അഹം. ഇത്ര സ്പഷ്ടമായിട്ടാണ്. ഏതേത് സാധകൻ, ഭക്തൻ ഏതേത് ഉപാധിയിൽ ശ്രദ്ധയോടുകൂടി അർച്ചിക്കാൻ ഇച്ഛിക്കുന്നുവോ അതത് ഭക്തന് അതത് ഉപാധിയിൽ ഞാൻ ശ്രദ്ധയെ കൊടുക്കുന്നു. അപ്പോൾ സാത്വികന്മാർക്ക് അതിലാ താല്പര്യം ഉണ്ടാവുക, രാജസികന്മാർക്ക് അതിലാണ്, താമസികന്മാർക്ക് അതിൽ. അതിനിപ്പോൾ ആരും ദോഷം പറഞ്ഞിട്ടും കുറ്റപ്പെടുത്തിയിട്ടൊന്നും പ്രയോജനമില്ല. അപ്പോൾ ഈ കൂട്ടത്തിൽ ഒരാൾ സത്വഗുണപ്രധാനിയാന്ന് വിചാരിച്ചോളൂ, എന്നാൽ വിചാരിക്കുക, അതിന് വിരോധമില്ലല്ലോ. അപ്പോൾ അയാൾക്ക് ഒരു സാത്വികമായ വിധാനത്തിൽ നടക്കുന്ന ഒരു ക്ഷേത്രത്തിലൊക്കെ പോയി ആരാധന ചെയ്യുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും, ഒരു ചേർച്ച ഉണ്ടാവും, മനസ്സിനൊരു തൃപ്തി ഉണ്ടാവും.
നേരെ മറിച്ച് അയാൾ ഒരു രാജസികമായ വിധാനത്തിൽ നടക്കുന്ന ഒരു സങ്കേതത്തിൽ പോയാൽ ചിലപ്പോൾ തൊഴുതൂന്ന് വരും, പ്രദക്ഷിണം ചെയ്തൂന്ന് വരും, ഒക്കെ ഉണ്ടാവും. പക്ഷേ ഉള്ളിൽ ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു ഇവിടുന്ന്. കാരണം സാത്വികൻ അയാൾ തൊഴുതു നിൽക്കുമ്പോഴാണ് നല്ല ചുമന്ന പാട്ടൊക്കെ കൊടുത്ത് വെളിച്ചപ്പാട് വാളൊക്കെ ആക്കിയിട്ട് അങ്ങനെ കൊല്ലിക്ക് ബഹളാക്കി ഹൂ എന്നൊക്കെ ശബ്ദം ഉണ്ടാക്കി വരുന്നത് പറഞ്ഞാൽ ഒന്ന് ഇവിടുന്ന് മെല്ലെ രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്നുള്ളിൽ തോന്നും. പുറമെ ചിലപ്പോൾ തൊഴുതു നിന്നു എന്നൊക്കെ വരും, എന്നാൽ ഉള്ളിൽ വലിയ ചർച്ചയൊന്നും വരില്ല, ഉറപ്പാണ്. എന്നാൽ രജോ ഗുണപ്രധാനിയായ ഒരാൾ, ഈ രജസാണ് ചുവപ്പേ, ചുവപ്പ് എന്ന് പറഞ്ഞാൽ രജസാണ്. അപ്പോൾ ഈ രജോ ഗുണപ്രധാനിയായിട്ട് ഒരാൾക്കാണെങ്കിൽ അത് വേണം. അയാൾക്ക് നല്ല ചുമന്ന പട്ടൊക്കെ കൊടുത്ത് വാളൊക്കെ കൊല്ലിക്ക് വെട്ടി ഒലിപ്പിച്ച് അങ്ങനെ വരുന്ന കണ്ട ഭഗവാനേ നല്ലൊരു ശക്തി ഉണ്ടല്ലോ അവിടത്തേക്ക്. അല്ലാണ്ട് ഈ എന്തെന്നാണ് ഈ ശിവനും വിഷ്ണുവൊക്കെ ഒരു ശക്തിയില്ല, അവർക്കൊരു വെളിച്ചപ്പാട് പോലും ഇല്ല എന്ന് തോന്നും. അത് നമ്മൾ കുറ്റം പറയരുത്. ഇനി തമോ ഗുണപ്രധാനിയായിട്ടുള്ള ഒരാൾക്ക് ഇത് രണ്ടും മതിയാവില്ല. അയാൾക്ക് നല്ല കത്തുന്ന സാധനമൊക്കെ കുപ്പിയിലാക്കിയിട്ട് വെച്ച് കൊടുക്കേണ്ടി വരും. എന്ത് ദൈവമാണ് ഇതൊരു കള്ളും കൂടിയും കുടിക്കാത്ത ദൈവം, ഒരു ശക്തിയില്ല എന്ന് തോന്നും. കാരണം അവനവൻ്റെ ഗുണഘടനയ്ക്ക് അനുരൂപമായിട്ടാണ് അവനവൻ ഉപാസിക്കുന്നത്. ഇത് വളരെ ശാസ്ത്രീയമായ സിദ്ധാന്തമാണ്, ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഒരു ഗുണഘടനയിൽപ്പെട്ട വ്യക്തിക്ക് ആ ഗുണഘടനയിൽപ്പെട്ട ഉപാസ്യമൂർത്തിയും ഉപാസനാ സമ്പ്രദായവും ഉണ്ടാവും. അങ്ങനെ വ്യത്യസ്ത ദേവതാഭാവങ്ങളിലൂടെ ഉപാസിക്കാനുള്ള അർഹതയുണ്ട്. പക്ഷേ അതിലൂടെയൊക്കെ ലക്ഷ്യമാക്കുന്നത് ഏകവും അദ്വിതീയവുമായ ഈശ്വരത്വമാണ്. ഈ ഒരു ധാരണ വേണം. ഇവിടെ പ്രധാനമായിട്ടൊരു വിഷയം പറയട്ടെ. നമ്മൾ മലയാളത്തിൽ വളരെ തെറ്റായിട്ട് പറയുന്നൊരു വാക്യമുണ്ട്, ഉത്തമ പൂജ മധ്യമ പൂജ എന്നൊക്കെ. പറയരുത്. സാത്വിക പൂജ, രാജസിക പൂജ, താമസിക പൂജ എന്ന് പറയാം. സാത്വിക പൂജ ശരിയാണ്, രാജസിക പൂജ ശരിയാണ്, താമസിക പൂജ മധ്യമാവുന്നില്ല. അതെന്താ? അവനവൻ്റെ ദൃഷ്ടിയിൽ ഉത്തമമേ ചെയ്യാൻ പാടുള്ളൂ. വേറൊരാളുടെ ദൃഷ്ടിയിൽ ഞാൻ ചെയ്യുന്നത് മധ്യമമായിരിക്കാം, പക്ഷെ എൻ്റെ ദൃഷ്ടിയിൽ ഞാൻ ചെയ്യുന്നത് ഉത്തമമാണ്. ഉത്തമമാണെന്ന് അവനവന് ഉത്തമ ബോധ്യമുള്ളതേ ചെയ്യാൻ പാടുള്ളൂ. ഞാൻ ചെയ്യുന്നത് മോശമാണോ എന്ന സങ്കല്പത്തോടു കൂടി ആരും ഒന്നും ചെയ്യാൻ പാടില്ല. ആശയം വ്യക്തമാണോ? ഇത് ശ്രദ്ധിച്ച്, ഇത് കാരണം പലരും തെറ്റുവരുത്തുന്നൊരു വിഷയമാണ് പൂജാ വിഷയത്തിൽ. അത് ഉത്തമം, ഇത് മധ്യമം, ഇത് അധമം എന്ന് പറയും. ആരുടെ ദൃഷ്ടിയിലായി മധ്യമോ അധമവും പറയണേ? അല്ല സ്വാമി, സാത്വികമായതല്ലേ ഉത്തമം. ആര് പറഞ്ഞു? സാത്വികന് സാത്വികം ഉത്തമം, രാജസികന് രാജസികം ഉത്തമം, താമസികന് താമസിക ഉത്തമം. അത് കണ്ടെത്താൻ കഴിയണം നമുക്ക്. അപ്പോഴേ സനാതനധർമ്മത്തിൻ്റെ വൈപുല്യം മനസ്സിലാവുള്ളൂ. ഒരനുഭവം പങ്കുവയ്ക്കട്ടെ. ഒരു വളരെ ഉൾഗ്രാമത്തിൽ, ഗ്രാമം എന്ന് പറഞ്ഞാൽ പറ്റില്ല, ഒരു വനപ്രദേശത്തിൽ ഒരു കൂട്ടർ നമ്മളെ ഒരു പരിപാടിക്ക് വിളിച്ചു. ഒരു സത്സംഗം, ഒരു ഒത്തൊരുമിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ ചോദിച്ചു, അവിടുത്തെ ജനങ്ങളൊക്കെ ഇത് കേൾക്കാനും പങ്കെടുക്കാനൊക്കെ വരും? ഒക്കെ ധാരാളം വരും സ്വാമി. അവരുടെ ഉത്സാഹം, അവരുടെ ആവശ്യം പ്രമാണിച്ചാണ് ഞങ്ങൾ സ്വാമിയെ വിളിക്കണത്. അങ്ങനെ ആശ്രമം നിന്ന് പുറപ്പെട്ടു. കുറേ ദൂരം ആശ്രമത്തിൽ നിന്ന് സാധാരണ വാഹനത്തിലൊക്കെ പോയി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പ്രത്യേക ഈ 4 വീൽ ഡ്രൈവുള്ള ജീപ്പിലൊക്കെ കുന്നൊക്കെ ഒരുപാട് കയറിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെ 1.5 മണിക്കൂർ നടന്ന് കുത്തനെ പോയി അങ്ങനെ ഒരു പ്രദേശത്തെത്തി. അപ്പോൾ വനത്തിനോട് ചേർന്ന് വലിയ മൈതാനമുണ്ട്, പ്രഭാഷണത്തിന് സ്ഥലമൊക്കെ സജ്ജമാക്കിയിട്ടുണ്ട്. എത്തിയൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പരിപാടി തുടങ്ങേണ്ടത്. അവിടെ ഇപ്പോൾ എന്താ പറയേണ്ടത്? ധാർമ്മികമായ ആശയങ്ങളാണ് പറയേണ്ടത്. സത്യവും ധർമ്മവും അനുസരിച്ച് ജീവിക്കണം, മദ്യപാനത്തിനൊന്നും പോകരുത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയേണ്ടത്. പരസ്പര സ്നേഹം വേണം. പക്ഷേ ഒരു കുട്ടി കേൾക്കാനില്ല. ഒരു കുട്ടി വന്നില്ല. ഇപ്പം നമ്മളിതിനു മുമ്പ് പല വനപ്രദേശങ്ങളിൽ സഞ്ചരിച്ച് പരിചയമുണ്ട്. സത്യവും ധർമ്മവും ഇത്ര വാക്ക് പാലിക്കുന്ന ഒരു ജനവിഭാഗം വേറെ ഇല്ല വനവാസികളെ പോലെ. പറഞ്ഞതാണ്. അവർക്ക് ജാടകളൊന്നുമില്ല, തുറന്ന് ഹൃദയശുദ്ധിയുടെ അങ്ങ് അറ്റമാണ്. അപ്പോൾ അവർ വരുമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് വന്നില്ല? ഒരു ചിന്തയായി നമുക്ക്. ഒരാൾ വന്നില്ല, ഒരാളെങ്കിലും വരണ്ടേ? വന്നില്ല. അപ്പോൾ ഈ സംഘാടകർക്കൊരു അങ്കലാപ്പ്. സ്വാമിനെ വിളിച്ചു കൊണ്ടുപോയിട്ട് ഇത്രയായിട്ട് ഒരാൾ പോലും ഇല്ലല്ലോ, ആകെ പ്രശ്നം. എന്തോ ഒരു അങ്കലാപ്പ്, സ്വാമി ആരും വന്നില്ലല്ലോ. നിങ്ങളിത് എത്ര പേര് വിശ്വസിക്കുമെന്നറിയില്ല.
അപ്പോൾ ഇവരുടെ അങ്കലാപ്പും എന്തെല്ലാമോ ചില ഒരു 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 അസ്വസ്ഥത നമുക്കും തോന്നി. എന്താ അപ്പോൾ അത്? 2-3 പേർ കൂടി നമ്മൾ നോക്കുമ്പോൾ ഈ മൈതാനത്തിന് കുറച്ച് ദൂരെയായിട്ടൊരു സ്ഥലത്ത് ഇതിൽ പങ്കെടുക്കേണ്ട എല്ലാവരും വന്ന് നിൽക്കുന്നുണ്ട്. ഒരാൾ പോലും ഈ ഗ്രൗണ്ടിലേക്ക് വരുന്നില്ല. അപ്പോൾ ഈ സംഘാടകരിൽ ഒരാൾ ഈ വിഷയം പറഞ്ഞു, സ്വാമി അവരൊക്കെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്, ഇങ്ങോട്ട് വരുന്നില്ല, ഇങ്ങോട്ട് കടക്കണില്ല, നമുക്ക് പോവാം. ഞങ്ങൾ പോയി. കാഷായ വസ്ത്രം കണ്ടപ്പോഴത്തേക്കാണ് അവർക്ക് സന്തോഷം കൊണ്ടൊരു രക്ഷയില്ല. അത്രയ്ക്ക് അവരുടെ ഉള്ളിൽ ഞങ്ങൾ അങ്ങോട്ട് വരില്ല. എന്താണത്? അവിടെ ഇന്നത്തെ പരിപാടിയുടെ ഭാഗമായിട്ട് ഗണപതി ഹോമം ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് കടക്കില്ല. ഞങ്ങളുടെ വനദേവതകളെയാണ് പൂജിക്കേണ്ടത്. വനദേവതകളെ പൂജിക്കാതെ അവിടെ ഗണപതി ഹോമം ചെയ്താൽ ഞങ്ങൾ അങ്ങോട്ട് കടക്കില്ല. നമ്മൾ പറഞ്ഞ പൊട്ടന്മാരാണ് ഈ സംഘാടകർ. അതുകൊണ്ടാണ് അവർക്ക് വിവരമില്ല. അവർക്ക് എല്ലാത്തിനും ഒരു ഗണപതി ഹോമം ഒരു പൂജയെ അറിയുള്ളൂ. നിങ്ങളെ പൂജയല്ലേ ചെയ്യേണ്ടത്, മൂപ്പൻ വാ എന്ന് പറഞ്ഞ് ഒരു സംഘാടകരെ നമ്മൾ ആദ്യം ഒന്ന് കണ്ണൊക്കെ നിറുക്കി കാണിച്ചു. സാരമില്ല, നിങ്ങളെ കുറച്ച് തെറിയൊക്കെ പറയൂ കേട്ടോ എന്നൊക്കെ. നമ്മളെ ആൾക്കാരനെ ആ പ്രശ്നമൊന്നുമില്ല, വളരെ അടുപ്പുള്ള ആൾക്കാരാണ്. ആശ്രമത്തിൽ സ്ഥിരം വരുന്ന ആളായി ഗണപതി ഹോമം ചെയ്ത ആൾ, ആശ്രമത്തിൽ സ്ഥിരമായി വരുന്ന ആളാണ്. അയാൾ 2 തെറിയൊക്കെ പറഞ്ഞു, നീ എന്ത് വകയിലുള്ള പൂജയൊക്കെ ഇവിടെ ഗണപതി ഹോമമൊക്കെ ചെയ്തത്? ഇവിടെ വനദേവതയല്ലേ നമ്മൾ പൂജിക്കേണ്ടത്, വനദേവതയെ പൂജിച്ചിട്ടല്ലേ വേറെ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ മൂപ്പനോട് പറഞ്ഞു ഗണപതി ഹോമം ചെയ്യണം കേട്ടോ, ചെയ്യാതിരിക്കരുത്. അത് ചെയ്യണതിന് ഞങ്ങൾക്കൊരു വിരോധമില്ല സ്വാമി, പക്ഷേ വനദേവതയെ ആദ്യം പൂജിച്ചിരിക്കണം. അത് ഇവർ ചെയ്ത തെറ്റാണ്, ഇവർക്ക് അത്രയേ വിവരമുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും വന്നു. ആ മൂപ്പനെ കൊണ്ട് തന്നെ അവിടെ ഒരു പൂജയൊക്കെ കണ്ട് ചെയ്യിച്ചു. ഇത് കഥയല്ല. 400 പേരോളം അന്ന് പ്രഭാഷണത്തിന് പങ്കെടുത്തു. മദ്യപിക്കരുത്, പലരും പല സ്വാധീനം ചെയ്യാൻ വേണ്ടി പലതരം ഇതിൽ വരും, സ്വർഗത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസികൾ വരും, എന്ത് വന്നാലും അതിലൊന്നും പെട്ടു പോകരുത്, അങ്ങനെയാന്നൊക്കെ പറഞ്ഞ് അവരോട് 2-3 മണിക്കൂർ സംസാരിച്ച് ഞങ്ങൾ പിരിഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഗണപതി ഹോമം ചെയ്തു എന്നുള്ള തെറ്റാണോ? തെറ്റല്ല, ഒരിക്കലും തെറ്റല്ല. കാരണം ഏത് മംഗളകർമ്മത്തിനും ആദ്യം ഗണപതി ഹോമം നല്ലത് തന്നെ, വിരോധമൊന്നുമില്ല. പക്ഷേ തെറ്റാ. കാരണം ആ സമൂഹത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അവരുടെ സ്വഭാവവിശേഷത്തിനും മാനസിക ഘടനയ്ക്കും സമ്പ്രദായത്തിനും അനുസൃതമായി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. ഇതാണ് ഭഗവാൻ നമുക്ക് തന്നിട്ടുള്ള സന്ദേശം. യോ യോ യാം യാം തനും ഭക്ത ശ്രദ്ധയാർച്ചിതുമിച്ഛതി തസ്യ തസ്യാജലാം ശ്രദ്ധാം താമേവ വിദധാമ്യഹം. അതുകൊണ്ട് ഗുണഭേദമനുസരിച്ച് ഉപാസനാ സമ്പ്രദായങ്ങളിലുള്ള വ്യത്യാസങ്ങളെ അംഗീകരിക്കുക. അവിടെ ദേവതാ ബഹുത്വമുണ്ട്, സമ്പ്രദായ ബഹുത്വമുണ്ട്. അതൊക്കെ ഉണ്ടാവണം. അതൊക്കെ ഉണ്ടാവുമ്പോഴേ എല്ലാവർക്കും ഉയരാൻ വഴി ലഭിക്കുന്നുള്ളൂ. അതിലൂടെ എല്ലാവരും ഉയരുന്നത് ഏകമായ തത്വത്തിലേക്കാണ്. ഇതാണ് സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വങ്ങളിലൊന്ന്. ശ്രദ്ധിക്കുക. ഏതായാലും ഈ വിധിവിധാനപരമായ ഭക്തി ഗുണപരമായി വിഭജിക്കുമ്പോൾ സാത്വികം, രാജസികം, താമസികം എന്നിങ്ങനെ 3 ആവാം. ഒരിക്കലും ഉത്തമം, മധ്യമം, അധമെന്ന് പറഞ്ഞേക്കരുത്. പലപ്പോഴും നമ്മൾ വരുത്തുന്നത് തെറ്റാണത്. ഉത്തമ പൂജ, മധ്യമ പൂജ, അധമ പൂജ എന്ന് പറയരുത്. ദയവ് ചെയ്തിട്ട് സാത്വികം, രാജസികം, താമസികം അത് പറയാം, വിരോധമില്ല. യജന്തേ സാത്വികാ ദേവാൻ യക്ഷരക്ഷാംസി രാജസാഹ പ്രേതാൻ ഭൂതഗണാംശ്ചാന്യേ യജന്തേ താമസാ ജനാഹ. സാത്വികന്മാരായ ജനങ്ങൾ സാത്വിക ദേവതകളെ പൂജിക്കും, സ്വാഭാവികമാണ്. രാജസികന്മാരായിട്ടുള്ള ജനങ്ങൾ അതിനനുസരിച്ച് യക്ഷരക്ഷസുകളെയൊക്കെ പൂജിക്കും. തമോ ഗുണപ്രധാനമായിട്ടുള്ള സ്വഭാവവിശേഷങ്ങളോട് കൂടിയിട്ടുള്ള ജനങ്ങൾ പ്രേതാൻ ഭൂതഗണാംശാന്യെ അത്തരം ഭൂതഗണങ്ങളെയൊക്കെ പൂജിക്കും. എല്ലാം പൂജയല്ലേ, പിന്നെ എന്താ കുഴപ്പം? ഒന്ന് പൂജ എന്നാവുമ്പോഴത്തേക്ക് അത് ഉത്കൃഷ്ടമായി. പൂജ എന്ന ഭാവന ഒന്നിൽ വന്നുവോ അത് ഉത്കൃഷ്ടമായി. പൂജ എന്ന ഭാവം ഇല്ലെങ്കിൽ അത് ഉത്കൃഷ്ടാവുന്നില്ല. ഇത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെ സാത്വിക, രാജസിക, താമസിക വിധാനത്തിലുള്ള ഭക്തി ആചരണങ്ങൾ, മാർഗാചരണങ്ങളുണ്ട്. അതാണ് ഗൗണി. വേറൊന്ന് ഗൗണി പറഞ്ഞ അർത്ഥം മുഖ്യം അല്ലാത്തത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പരമഭക്തി എന്നുള്ളത് അത് പരമമാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം എന്നിവയിലൂടെ തന്നെ സമർപ്പിച്ച അല്ലെങ്കിൽ തന്നെ അർച്ചന ചെയ്ത തലത്തിലേക്ക് എത്തിയ ഒരു ഭക്തൻ സ്വാഭാവികമായി ഗൗണി ഭക്തിയെ അതിക്രമിച്ചു. അവൻ പരാഭക്തനായി തീർന്നു. ഈ പരാഭക്തൻ്റെ പരാഭക്തനും പ്രാരബ്ധമുണ്ട്, ദേഹമുണ്ട്.
അവൻ ലോകത്ത് വ്യവഹരിക്കുന്നുണ്ട്. അവനും വ്യവഹാരങ്ങളുണ്ട്. വ്യവഹാരം ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പരാഭക്തനും വ്യവഹാരമുണ്ട്. ഗൗണീഭക്തനും വ്യവഹാരമുണ്ട്, പരാഭക്തനും വ്യവഹാരമുണ്ട്. നമുക്കെല്ലാം വ്യവഹാരമുണ്ട് ലോകത്തിൽ. ഏത് വിജ്ഞാനിയായാലും ലോകത്തിൽ വ്യവഹാരമുണ്ട്. എന്താ അഭിപ്രായം? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്, സംശയമില്ല. നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്. ഒരാൾ ആശ്രമത്തിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, സ്വാമി ഞാൻ ഈ ലൗകികമൊക്കെ ഉപേക്ഷിച്ച് സന്യസിക്കാൻ വേണ്ടി വന്നതാണ്, സ്വാമി എനിക്കൊരു മാർഗം കാണിച്ചു തരണം. നമ്മൾ തനി ലൗകികനാണ്. ഈ ലോകത്തിലെ വായുവാണ് ശ്വസിക്കണത്, ഈ ലോകത്തിലെ വെള്ളമാണ് കുടിക്കണത്, ഈ ലോകത്തിലെ ഭക്ഷണമാണ് കഴിക്കണത്. ലൗകികനാണ് ഞാൻ. ചിന്തിക്കുക. വ്യവഹാരം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ആ വ്യവഹാരത്തിലുള്ള നമ്മുടെ മനോഭാവം എന്ത്? ഇതാണ് മുഖ്യം. അപ്പോൾ പരാഭക്തൻ്റെ വ്യവഹാരത്തിൽ അവന് സ്വീകരിക്കാൻ കഴിയുന്ന മനോഭാവങ്ങളാണ് 3 വന്ദനം, ദാസ്യം, സഖ്യം. വന്ദനം, ദാസ്യം, സഖ്യം. ഈ 3 സൂക്ഷ്മമായി വിചാരം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു പരാഭക്തന് സ്വീകരിക്കാവുന്ന വ്യവഹാര ശൈലികളാണ്. അത് ഇന്ന പോലെ ഇന്നാൾ സ്വീകരിച്ചോളണം എന്ന് നമുക്കാർക്കും പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? അവനവനിൽ നിഹിതമായ പ്രാരബ്ധത്തിൻ്റെ വ്യത്യാസമനുസരിച്ച് വിജ്ഞാനികളുടെ പോലും വ്യവഹാരം വിഭിന്നമാണ്. ആരബ്ധകർമ്മ നാനാത്വാത് ബുദ്ധാനാം അന്യഥാന്യഥാവർത്തനം തേന ശാസ്ത്രാർത്ഥേ ഭ്രമിതവ്യം ന പണ്ഡിതൈഹി എന്ന് വിദ്യാരണ്യസ്വാമികൾ നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട്. പ്രാരബ്ധകർമ്മത്തിലുള്ള വ്യത്യാസം കൊണ്ട് വിജ്ഞാനികളുടെ വ്യവഹാരം വിഭിന്നമായിരിക്കും. ഒരാൾ പെരുമാറുന്ന പോലെ ആയിരിക്കില്ല വേറൊരാൾ പെരുമാറുക. ഒരു വിദ്വാൻ പെരുമാറുന്ന പോലെ അല്ല വേറൊരു വിദ്വാൻ പെരുമാറുക. അത് കണ്ടിട്ട് നിങ്ങൾ ശാസ്ത്രാർത്ഥത്തിൽ ഭ്രമിച്ചു പോകരുത്. ഒരാളെ പോലെ ആയിരിക്കണം വേറൊരാളെന്ന് ആരും പറയരുത്. വിഭിന്ന സമ്പ്രദായങ്ങളുണ്ടാവും, ആചരണ വിശേഷങ്ങളുണ്ടാവും എന്ന് മുന്നറിയിപ്പ് തരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ പരാഭക്തന്മാരും അല്ലെങ്കിൽ എല്ലാ വിദ്വാൻമാരും ഒരുപോലെ വ്യവഹരിച്ചോളണം. അങ്ങനെയില്ല. അപ്പോൾ അവർക്ക് സ്വീകരിക്കാവുന്ന, അവർ സ്വീകരിക്കുന്ന 3 ഭാവങ്ങളെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നു. അതാണ് വന്ദനവും, ദാസ്യവും, സഖ്യവും.